ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്രസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ അനാട്ടമി ഓഫ് ഹാർട്ട് കണ്ടിന്യൂ ചെയ്യണമല്ലേ. അനാട്ടമി ഓഫ് ഹാർട്ട് നമ്മൾ അത്യാവശ്യം ഇൻഡെപ്തായിട്ട് അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മുന്നേ വന്നിട്ടുള്ള ക്ലാസ്സുകളുടെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എക്സാമിനേഷൻ എഴുതുകയും എന്തുകൊണ്ടാണ് ആ ചോദ്യം അങ്ങനെ വന്നതെന്നും എന്തുകൊണ്ടാണ് എനിക്ക് ഉത്തരം എഴുതാൻ പറ്റാത്തതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ മുന്നിലുള്ള ഒബ്സ്റ്റക്കിളിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ രക്ഷപ്പെടില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എക്സാമിനേഷൻ എഴുതാൻ പൊതുവെ നമുക്ക് മടിയാണ് അല്ലേ. ആ മടിയെ നമ്മൾ ഓവർകം ചെയ്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അനാട്ടമി ഓഫ് ഹാർട്ട് അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചു നിർത്തി. ഇന്ന് നമ്മൾ പെരികാർഡിയവുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ മസ്കുലാർ സ്ട്രക്ചറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മസ്കുലാർ സ്ട്രക്ചർ കടക്കുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മെഡിക്കൽ ഇറഗുലാരിറ്റീസ് എല്ലാം നമ്മൾ ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും ഇരിക്കുക. ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ DND മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അനാട്ടമി ഓഫ് ഹാർട്ട് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഹാർട്ട് മസിലേക്ക് കടക്കുന്നത്. ഹാർട്ട് മസിൽ അല്ലേ. ഹാർട്ട് എന്ന് പറയുമ്പോൾ ഒരു മസ്കുലാർ ഓർഗനാണ് നമുക്കറിയാം. ഇത് എന്താണ്, ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ബ്ലഡിനെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എസ്പെഷ്യലി സിസ്റ്റമിക് സർക്കുലേഷനിലേക്കും അതുപോലെ എന്താണ് പൾമോണറി സർക്കുലേഷനിലേക്കും പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മസ്കുലാർ പമ്പാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്, നമ്മുടെ മയോകാർഡിയം എന്ന് പറയുമ്പോൾ. അതിന് പുറമേ ഉള്ള രണ്ട് സ്ട്രക്ചറും കൂടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകേണ്ടതാണ് ഈ ഇന്നത്തെ ക്ലാസ്. The heart muscle is composed of 3 layers. പ്രധാനമായിട്ടും 3 ലെയറാണ് ഹാർട്ട് മസിലിലുള്ളത്. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഹാർട്ട് മസിലിൻ്റെ 3 ലെയർ എന്തൊക്കെയാണ്? ഇന്നർ ലെയർ എൻഡോകാർഡിയം. ഇന്നർ ലെയർ എൻഡോകാർഡിയം. ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ലെയറാണ് എന്ത്, എൻഡോകാർഡിയം എന്ന് പറയുന്നത്. എൻഡോകാർഡിയം ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിസെക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഏറ്റവും ഉള്ളിൽ ഹാർട്ടിൻ്റെ മസിലിൽ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ലെയറാണ് എൻഡോകാർഡിയം. അത് നമുക്കറിയാം, ആ പേര് തന്നെയുണ്ട്. വളരെ സിമ്പിളാണ് അല്ലേ. അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? എൻഡോത്തീലിയൽ ടിഷ്യൂസും അതുപോലെ ലൈൻസ് ഇൻസൈഡ് ദ ഹേർട്ട്സ് ആൻഡ് വാൾസ് അല്ലേ. ഹേർട്ടിനകത്തും അതുപോലെ വാൽവിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങുമാണ് നമുക്ക് എന്ന് പറയുക, ഈ പറഞ്ഞ എൻഡോകാർഡിയം എന്ന് പറയുക. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെയാണ്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. മിഡിൽ ലെയർ നമുക്കറിയാം എന്താണ്, മയോകാർഡിയമാണ് അല്ലേ. മസ്കുലാർ ലെയറാണ്. മസ്കുലാർ ലെയറാണ് ഹാർട്ടിന് കോൺട്രാക്ഷൻ പവർ കൊടുക്കുന്ന ലെയറാണ്. മസ്കുലാർ ലെയറാണ് എന്ത്, മയോകാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും. ഇസ് മേഡ് അപ്പ് ഓഫ് എന്ത്, ഓഫ് കോഴ്സ് മസിൽ ഫൈബേഴ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിൾ ഫോർ പമ്പിങ് ആക്ഷൻ അല്ലേ. ഹാർട്ടിന്റെ പമ്പിങ് ആക്ഷൻ റെസ്പോൺസിബിലിറ്റി അല്ലേ, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലെയർ എന്ന് പറയുമ്പോൾ ഏതെന്ന് ചോദിച്ചാൽ മയോകാർഡിയമാണ്. നമുക്ക് എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ഒരു കാര്യമാണ്. ആർക്കും ആ കാര്യത്തിൽ തെറ്റ് സംഭവിക്കില്ല, ഉറപ്പാണ്. ഇനി എക്സ്റ്റീരിയർ നോക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, എപ്പികാർഡിയം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻഡോകാർഡിയം, മയോകാർഡിയം ആൻഡ് എപ്പികാർഡിയം. എപ്പി എന്ന് പറഞ്ഞാൽ അപ്പെക്സ് അല്ലെ, ഏറ്റവും പുറമേ കാണപ്പെടുന്നത് എപ്പികാർഡിയം. ഒരു കാരണവശാലും എപ്പികാർഡിയത്തെയും പെരികാർഡിയത്തെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ പെരികാർഡിയവും എപ്പികാർഡിയവും എന്താണ് എന്ന് ഡിഫറൻസ് കൃത്യമാക്കി മനസ്സിലാക്കി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പല ചോദ്യങ്ങളും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ട് വാളിൻ്റെ ഏറ്റവും എക്സ്റ്റീരിയർ ആയിട്ട് കാണപ്പെടുന്ന ലെയറിനാണ് എപ്പികാർഡിയം എന്ന് പറയാം. അപ്പോൾ എന്താ പെരികാർഡിയം എന്ന് പറഞ്ഞാൽ? പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ ഹാർട്ടിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. എന്താ പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കുക. ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചിട്ട് മരിക്കുന്നവരെ ഇതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് അല്ലേ. അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറമെയുള്ള സ്ഥലങ്ങളിലേക്ക് അത് ഫ്രിക്ഷന് വിധേയമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതിനെ കൃത്യമായിട്ടല്ലേ മീഡിയ സ്റ്റേനത്തിൽ ഉറപ്പിച്ച് നിർത്തണം. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഔട്ടർ ഫൈബ്രസ് ലെയർ, സാക്ക് ലൈക്ക് ലെയർ ആണ് എന്ത് പറയുന്നത്, നമ്മുടെ പെരികാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ്ലി എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നില്ല, ഹാർട്ടിൻ്റെ വാൾ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നില്ല, ഹാർട്ടിൻ്റെ മസ്കുലാർ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നില്ല. അതിൽ ഒരു ലെയറിന് ഒരു പ്രാധാന്യമുണ്ട്, അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞുതരാം അല്ലേ. പെരികാർഡിയം തന്നെ നമുക്ക് പ്രധാനമായിട്ടും 2 ലെയറുണ്ട്. സീറസ് ലെയർ ഉണ്ട്, ഫൈബ്രസ് ലെയർ ഉണ്ട്. അതിലൊരു ലെയറിന് നമ്മുടെ എപ്പികാർഡിയമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിപ്പുണ്ട്. കൃത്യമായിട്ട് ഡിഫറൻസിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അനാട്ടമി പറയുമ്പോഴത്തേക്കും ഇത്രയുമാണ് നമ്മുടെ സ്ട്രക്ചറിൽ അല്ലേ, നമ്മുടെ വോളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ മസിലിൻ്റെ സ്ട്രക്ചറിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. സംശയങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പെരികാർഡിയത്തിലേക്ക് തന്നെ പോകാം. ഏറ്റവും പുറമേ തന്നെ തുടങ്ങാം.
പെരികാർഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് ഹാർട്ടിന്റെ മസ്കുലാർ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. എന്നാൽ നമുക്ക് വിസറൽ പെരികാർഡിയത്തിന്റെ ഇപ്പോൾ പ്രധാനമായിട്ടും പറയുമ്പോഴത്തേക്കും പെരികാർഡിയത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഫൈബ്രസ് പെരികാർഡിയവും രണ്ട് സിറസ് പെരികാർഡിയവും. ഈ സിറസ് പെരികാർഡിയത്തിന് തന്നെയായിട്ട് രണ്ട് ലെയർ ഉണ്ട്, ഡ്യുവൽ ലെയർഡ് ആണ്. അതിന്റെ ഒരു ലെയർ നമ്മുടെ എപ്പികാർഡിയം എന്ന് പറയുന്ന ഈ മസ്കുലാർ സ്ട്രക്ചറുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്നു ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ സംശയമില്ലാതെ തന്നെ മുന്നോട്ട് പോകണം. പഠിച്ച് നോക്കാം. ദ പെരികാർഡിയം ഈസ് എ ഡബിൾ വാൾഡ് ഫൈബ്രസ് സാക്ക്. പെരികാർഡിയം എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ വാൾഡ് ഫൈബ്രസ് സാക്ക് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു ഡബിൾ വാൾഡ് സാക്ക് ആണ്. എന്തിനാണ് ഈ സാക്ക്? നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അതുപോലെ നമുക്ക് ഈ ഫ്രിക്ഷനിൽ നിന്നും അതുപോലെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് നിന്നെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഇതുപോലെ സാക്കുകളും അതിനിടയിലെല്ലാം ഫ്ലൂയിഡ് എല്ലാം കാണാറുണ്ട്. നമ്മുടെ CSF ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്ലൂറയൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വിഗറസ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലേ. ജനനം മുതൽ മരണം വരെ വിഗറസ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഹൃദയം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സപ്പോർട്ടുകൾ ആവശ്യമാണ് അല്ലെ. എന്താണ് പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ ആവശ്യമായിട്ടുള്ളത്? ഒന്ന്, ഫ്രിക്ഷൻ കുറയ്ക്കണം അല്ലെ. ഇതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ കുറയണ്ടേ. അതിന്റെ പുറമേയുള്ള മസ്കുലാർ സ്ട്രക്ചറിൽ പോയി ഇടിച്ചിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇഞ്ചുറി ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. അപ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കണം. അതിനുവേണ്ടി ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലൂബ്രിക്കേറ്റഡ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പൊ നോക്കാം. പെരികാർഡിയം ഈസ് എ ഡബിൾ വാൾഡ് ഫൈബ്രസ് സാക്ക് ദാറ്റ് എൻക്ലോസസ് ദ ഹാർട്ട് ആൻഡ് ദ റൂട്ട്സ് ഓഫ് ഗ്രേറ്റ് വെസൽസ് അല്ലേ. ഹാർട്ടിനെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സഞ്ചിയാണ് പെരികാർഡിയം എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഡബിൾ വാൾഡ് ആയിട്ടുള്ള സാധനമാണ്. അതൊരു ഫൈബ്രസ് സാക്ക് ആണ്. ഫൈബ്രസ് എന്ന് പറയുന്നത് നല്ല കട്ടി കൂടിയ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ഹാർട്ടിന് മാത്രമാണോ പൊതിയുന്നത്? അല്ല. എന്തൊക്കെയാണ്? ഹാർട്ടിലേക്ക് വരുന്ന ഗ്രേറ്റ് വെസൽസ് ഉണ്ടല്ലേ, വീനേക്കാവ് പോലുള്ള സാധനങ്ങളും അയോട്ട പോലുള്ള സാധനങ്ങളും പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം റൂട്ടും എല്ലാം കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു സാക്കിലേക്ക് സ്ട്രക്ചറാണ് പെരികാർഡിയം എന്ന് പറയുമ്പോൾ. അതൊരു ഡബിൾ വാൾഡ് സ്ട്രക്ചറാണ്, നമുക്കറിയാം. എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. പ്രൊവൈഡിങ് ബോത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് ലൂബ്രിക്കേഷൻ എൻവയോൺമെന്റ് ഫോർ ദ ഹാർട്ട്സ് മൂവ്മെന്റ്. ഹാർട്ടിന്റെ മൂവ്മെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അതുപോലെ ലൂബ്രിക്കേറ്റിംഗ് എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. അതുപോലെ നമുക്ക് ഈ മീഡിയാസ്റ്റൈനം എന്ന് പറയുന്ന ഭാഗത്ത് വെറുതെ ഹാർട്ട് എടുത്ത് വെച്ച് അവിടെ ഇരിക്കുകയല്ല അല്ലെ. അത് അവിടെ തന്നെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ സറൗണ്ടിങ് ആയിട്ട് വരുന്ന ഭാഗങ്ങളുമായി കെട്ടുപാടുകൾ ഉണ്ടാകണം അല്ലെ. അതിനെ കൃത്യമായിട്ട് കെട്ടിവെക്കണം. അതിനുവേണ്ടി സഹായിക്കുന്ന ഔട്ടർ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ന് പറയാ ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറയുക. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട് അല്ലെ. ഫൈബ്രസ് പെരികാർഡിയം ഏറ്റവും പുറമേ കാണുന്നു. ഫൈബ്രസ് ആകുമ്പോൾ ഏറ്റവും പുറമേ കാണണ്ടേ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാണ്? തൊറാക്സിൽ അതിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഓവർ ഡിസ്റ്റൻഷൻ തടയുക. ഹാർട്ടിൽ ഇപ്പോൾ കൂടുതൽ ഹാർട്ടിന് ഫംഗ്ഷൻ വരികയാണ് അല്ലെങ്കിൽ കൂടുതൽ ബ്ലഡ് ഇൻഫ്ലോ വരികയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഇങ്ങനെ വികസിച്ച് പോകാൻ സാധ്യതയില്ല. ഒരു ബലൂൺ പോലെ അത്ര സോഫ്റ്റ് അല്ലെങ്കിൽ കൂടിയും ഒരു മസ്കുലർ ഓർഗൻ അല്ലേ, വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗൻ അല്ലേ. അങ്ങനെ അത് വികസിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ പെരികാർഡിയത്തിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ നോക്കാം, പെരികാർഡിയത്തിന് രണ്ട് ലെയേഴ്സ് ഉണ്ട്, ഫൈബ്രസ് പെരികാർഡിയവും സിറസ് പെരികാർഡിയവും. പെരികാർഡിയത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ലെയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഫൈബ്രസ് പെരികാർഡിയവും സിറസ് പെരികാർഡിയവും. സിറസ് പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഡബിൾ വാൾഡ് സ്ട്രക്ചർ ആട്ടോ. അതൊരു ഡബിൾ വാൾഡ് സ്ട്രക്ചർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ വ്യത്യാസം വരിക എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഒന്ന് എൻഡോകാർഡിയം, രണ്ട് മസ്കുലാർ മയോകാർഡിയം. ഏറ്റവും പുറമെ ഹാർട്ടിന്റെ ഏറ്റവും പുറമെയുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് മക്കളെ? എപ്പികാർഡിയം. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് എന്ത്? പെരികാർഡിയം എന്ന് പറയുമ്പോൾ പെരികാർഡിയത്തിന് ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഫൈബ്രസ് ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത, വലിച്ചാൽ വലിയാത്ത സാധനമാണ് ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നോക്കാം, പെരികാർഡിയത്തിന്റെ ഉള്ളിൽ എന്ത്? സിറസ് പെരികാർഡിയം ഉണ്ട്. അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ ഔട്ടർ ലെയർ എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഫൈബ്രസ് പെരികാർഡിയത്തിനും സിറസ് പെരികാർഡിയത്തിനും ഇടയിലാണോ പെരികാർഡിയം ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ അല്ല. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നോക്കാം, ഫൈബ്രസ് പെരികാർഡിയം ഇറ്റ് ഈസ് എ സൂപ്പർഫിഷ്യൽ ടഫ് ഇനലാസ്റ്റിക് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ലെയർ. ഒറ്റ വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പുറമേ കാണപ്പെടുന്ന, ഹാർട്ടിന് ഏറ്റവും പുറമേ സൂപ്പർഫിഷ്യലായിട്ട് കാണപ്പെടുന്ന, ടഫായിട്ടുള്ള, നല്ല കട്ടിയുള്ള, വലിച്ചാൽ വലിയാത്ത, ഇനിലാസ്റ്റിക് ആയിട്ടുള്ള, ഡെൻസ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉള്ള അല്ലെ, ഇറഗുലാർ കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു സാധനമാണ് ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ,
ഓക്കെയാണ്. അതിൻ്റെ ഫംഗ്ഷനും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ നോക്കാം. ദാറ്റ് ആങ്കേഴ്സ് ദ ഹേർട്ട് ടു ദ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഡയഫ്രം, സ്റ്റേർണം ആൻഡ് മേജർ ബ്ലഡ് വെസൽസ്. ഓക്കെ, ഡയഫ്രം ഉണ്ട്, സ്റ്റേർണം ഉണ്ട്, അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം കൂടെ ഇതിനെ ആങ്കർ ചെയ്ത് വെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അതുപോലെ പ്രിവെൻറ്റ്സ് ഓവർ ഡിസ്റ്റൻഷൻ ഓഫ് ഹാർട്ട് ഡ്യൂറിങ് ഇൻക്രീസ്ഡ് ബ്ലഡ് വോളിയം. ബ്ലഡ് വോളിയം ചിലപ്പോൾ കൂടിപ്പോകാം അല്ലേ, കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പൾമോണറി വെയിനിൽ നിന്ന് വരുന്ന ബ്ലഡ് അല്ലേ, എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൂടുതൽ വന്നിട്ട് നമ്മളെ റൈറ്റ് അയോർട്ടയ്ക്ക് കുറച്ചധികം ഡിസ്റ്റൻഷൻ ഉണ്ടായിക്കൂടാകുകയൊന്നുമില്ല, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ എന്തായിക്കോട്ടെ, അങ്ങനെ ഒരു ഓവർ ഡിസ്റ്റൻഷൻ എന്താണ് ഹാർട്ടിന് ഉണ്ടാവാൻ പാടില്ല. അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ഇനിലാസ്റ്റിക് സ്ട്രക്ചർ ആയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബലൂണുണ്ട്, ബലൂണിന് മുകളിൽ ഒരു കവർ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ ബലൂണിന് ഒരു പരിധി വരെ വീർക്കാൻ പറ്റത്തുള്ളൂ, ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ചേക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓവർ ഡിസ്റ്റൻഷനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിലാസ്റ്റിക് സ്ട്രക്ചർ ആയിട്ട് പ്രവർത്തിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഫൈബ്രസ് പെരികാർഡിയത്തിന് പറ്റുന്നുണ്ട്. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് നോൺ ഇലാസ്റ്റിക്, ടഫാണ് ആൻഡ് പ്രൊവൈഡിങ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, ആങ്കർ ചെയ്യുന്നു, സറൗണ്ടിങ് സ്ട്രക്ചറുമായിട്ട് ആങ്കർ ചെയ്ത് ഹാർട്ടിനെ അവിടെ സൂക്ഷിക്കുന്നു. 2, ഓവർ ഡിസ്റ്റൻഷൻ തടയുന്നു അല്ലേ, ബ്ലഡ് വോളിയം ഇൻക്രീസ്ഡ് ബ്ലഡ് ബോഡി ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്ത് ഓവറായിട്ട് ഹാർട്ട് ഡിസ്റ്റൻഡ് ചെയ്ത് പോകുന്നതിനെ തടയുന്നു. അടുത്തെന്താണ്, ദാറ്റ് ഈസ് അന്നേരം മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിൽ ഇൻലാസ്റ്റിക്കും ടഫുമായിട്ട് ലെയർ ആയതുകൊണ്ട് തന്നെ ഹാർട്ടിനൊരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫീച്ചറും കൂടി ആർക്കുണ്ട്? ഫൈബ്രസ് പെരികാർഡിയത്തിനുണ്ട്. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട കണക്ഷൻസ് നോക്കാം. ഇൻഫീരിയർലി എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ടിനെ സംബന്ധിച്ച് ഹാർട്ടിന്റെ ഇൻഫീരിയർ സർഫസ് അപ്പെക്സ് ആണല്ലേ, അപ്പെക്സ് അല്ലേ. ഹാർട്ട് എന്ന് പറയുമ്പോൾ പിരമിഡൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞാൽ കൂടിയും അത് തലതിരിഞ്ഞിരിക്കുന്ന പിരമിഡാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പെക്സ് എപ്പോഴും താഴെയാണെന്ന് പറഞ്ഞില്ലേ, മാറിപ്പോകരുത് കേട്ടോ. ഇൻഫീരിയർ സുപ്പീരിയർ മാറിപ്പോകരുത്. ഇൻഫീരിയർലി അപ്പെക്സ് ഓഫ് പെരികാർഡിയം അറ്റാച്ച്ഡ് ടു ദ സെൻട്രൽ ടെൻഡൻ ഓഫ് ദ ഡയഫ്രം. നമുക്കറിയാം ഹാർട്ട് തലതിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഹാർട്ടിന്റെ അപ്പെക്സ് ആണ് നമ്മുടെ ഡയഫ്രവുമായിട്ട് എന്തുള്ളത്, റിലേഷനുള്ള ഭാഗമല്ലേ. അപ്പൊ നോക്കാം, ഇൻഫീരിയർലി എങ്ങോട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? നമ്മുടെ ഫൈബ്രസ് പെരികാർഡിയം ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? സെൻട്രൽ ടെൻഡൻ ഓഫ് ദി ഡയഫ്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. എന്താണ്? സെൻട്രൽ ടെൻഡൻ ഓഫ് ദി ഡയഫ്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ക്വസ്റ്റ്യൻസ് അത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനി സുപ്പീരിയർലി നോക്കാം. സുപ്പീരിയർ എന്ന് പറയുമ്പോഴത്തെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് അല്ലേ. അവിടെ എന്താ വരുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ മേജർ ബ്ലഡ് വെസൽസ് വന്നിറങ്ങുന്ന ഭാഗമാണ് അല്ലേ. അപ്പോൾ അറ്റ് ദ ബേസ് ഓഫ് ഇറ്റ്സ് കണ്ടിന്യൂസ് വിത്ത് ദ ബ്ലഡ് വെസൽസ് ആൻഡ് സറൗണ്ടിങ് ടിഷ്യൂസ് ആൻഡ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ട്യൂണിക്ക അഡ്വെന്റിഷ്യ ഓഫ് ബ്ലഡ് വെസൽസ്. അപ്പോൾ എന്താ ട്യൂണിക്ക അഡ്വെന്റിഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും, നമുക്ക് ഈ ബ്ലഡ് വെസൽസ് ഇല്ലേടാ, ബ്ലഡ് വെസൽസിന് ഫംഗ്ഷൻ ഇല്ലേ? ഫംഗ്ഷൻ ഉണ്ടല്ലേ. അതിന് മസ്കുലാർ ലെയർ ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതിനും പ്രവർത്തിക്കാൻ എന്ത് ആവശ്യമാണ്? ഊർജ്ജം ആവശ്യമല്ലേ. ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിന് അല്ലേ, ഹാർട്ടിന് ബ്ലഡ് കൊടുക്കുന്ന ആൾക്കാർ, ബ്ലഡിന്റെ മൊത്ത വ്യാപാരക്കാരനാണ് ഹാർട്ട്. അപ്പോൾ ഹാർട്ടിന് പ്രവർത്തിക്കുന്ന ആര് വേണം? ബ്ലഡ് വേണം അല്ലേ. അപ്പോൾ അതിന് ഏതൊക്കെ ആർട്ടറീസ് ആണ് ബ്ലഡ് കൊടുക്കുന്നതെന്നും എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടായാലാണ് ആൻജൈന, ഇതെല്ലാം പഠിക്കാൻ പോകുന്ന ഭാഗങ്ങളാണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മുടെ ഈ പറഞ്ഞ ട്യൂണിക്ക അഡ്വെന്റിഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ്. പ്രധാനമായിട്ട് നമ്മുടെ കൊളാജൻ ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് മറ്റ് വെസൽസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉള്ള അതിന്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് ട്യൂണിക്ക അഡ്വെന്റിഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്പീരിയർലി നോക്കുമ്പോൾ അറ്റ് ദ ബേസിൽ, ഹാർട്ടിന്റെ ബേസിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ബ്ലഡ് വെസൽസ് ആൻഡ് സറൗണ്ടിങ് ടിഷ്യൂസ്. അതായത് കണ്ടിന്യൂസ് വിത്ത് ദ ട്യൂണിക്ക അഡ്വെന്റിഷ്യ ഓഫ് ദ വെസൽസിന്റെ ട്യൂണിക്ക അഡ്വെന്റിഷ്യമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഭാഗമാണ് ഏത്? ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും. അവിടെ വരുമ്പോഴത്തേക്ക് അത് എന്താണ്? നല്ല സ്ട്രക്ചർ, അവിടെയും ഫൈബ്രസ് ആയ സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആന്റീരിയർലി. ഇതിന്റെ ആന്റീരിയർ കണക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. ആന്റീരിയർ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഇരിക്കുന്നത്? സ്റ്റേർണം അല്ലേ. സ്റ്റേർണം നമുക്കറിയാം. ആന്റീരിയർലി അറ്റാച്ച് ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് സ്റ്റേർണം വയാ സ്റ്റേർണോ പെരികാർഡിയൽ ലിഗമെന്റ്സ് അല്ലേ. നോക്കൂ, ശ്രദ്ധിക്കൂ. ആന്റീരിയർലി, അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ആ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേർണമാണ് നമുക്കറിയാം. ആ സ്റ്റേർണത്തിന്റെ പോസ്റ്റീരിയർ അല്ലേ, അതിന്റെ സ്റ്റേർണത്തിന്റെ ആന്റീരിയർ സൈഡ് എന്ന് പറയാൻ പുറത്തിരിക്കുന്ന ഭാഗമാണ്. അതിന്റെ പോസ്റ്റീരിയർ സർഫസുമായിട്ടാണ് നമ്മുടെ ഫൈബ്രസ് പെരികാർഡിയത്തിന്റെ അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പൊ നോക്കൂ, നമ്മുടെ ഈ സ്റ്റേർണവുമായിട്ട് ഏത് ലിഗമെന്റ് വഴി? വയാ ദ സ്റ്റേർണോ പെരികാർഡിയൽ ലിഗമെന്റ് വഴി അല്ലേ. സ്റ്റേർണോ പെരികാർഡിയൽ ലിഗമെന്റ്. ഓക്കെ, ആ പേര് തന്നെയാണ്. സ്റ്റേർണവും പെരികാർഡിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ലിഗമെന്റ് അല്ലേ.
അത്രേ ഉള്ളൂ. അതും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. ഈ സൈഡുകളും സൈസുകളും മാത്രം മാറിപ്പോകാതെ ഇൻഫീരിയർ എന്ന താഴെ അല്ലെ, താഴെ എന്ന് പറയാം അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് ആണ്. അപ്പൊ ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? സെൻട്രൽ ടെൻഡൺ ഓഫ് ദി ഡയഫ്രം അല്ലെ, ഡയഫ്രത്തിന്റെ സെൻട്രൽ ടെൻഡണുമായിട്ടാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. അതുപോലെ സുപ്പീരിയർലി വരുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ മെയിൻ വെസൽസ് അല്ലേ, മെയിൻ വെസൽസിന്റെ ടൂണിക്ക അഡ്വന്റീഷ്യയുമായിട്ടാണ് അതിന് കണക്ഷൻ വരുന്നത്. അതുപോലെ പിന്നെ വരുന്നു ആന്റീരിയർലി വരുമ്പോഴത്തേക്കും ഏറ്റവും ആന്റീരിയർ ഭാഗത്ത് എന്തായിരിക്കുന്നത്? നമ്മുടെ സ്റ്റേണമാണ് ഇരിക്കുന്നത് അല്ലെ, സ്റ്റേണത്തിന്റെ പോസ്റ്റീരിയർ സർഫസുമായിട്ട് അറ്റാച്ച്മെന്റ് വരുന്നത് ഏത് വഴി? സ്റ്റേണോ പെരികാർഡിയൽ ലിഗമെന്റ് വഴിയാണ് ഈ അറ്റാച്ച്മെന്റ് വരുന്നത്. മറന്നു പോകില്ല, മാറിപ്പോകില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത ഒന്ന് കേട്ടൊന്ന് മനസ്സിൽ 2 തവണ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. നോ വറീസ് അറ്റ് ഓൾ, അത് പഠിച്ചു തന്നെ പോകണം. അപ്പൊ നമ്മൾ ഫൈബ്രസ് പെരികാർഡിയം പഠിച്ചു. ഇനി നോക്കാൻ പോകുന്നത് സീറസ് പെരികാർഡിയമാണ്. എന്താണ്? സീറസ് പെരികാർഡിയം. അപ്പോൾ ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്താണ്? വളരെ അത് ഇൻഇലാസ്റ്റിക് ആണ്, അത് വലിയത്തില്ല അല്ലെ, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അതിൽ ഓവർ ഡിസ്റ്റൻഷൻ ഓഫ് ഹാർട്ട് നമുക്ക് തടയുക, ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ അവിടെ കൃത്യമായ സ്ഥലത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുക, ഹാർട്ടിനെ അറ്റാച്ച് ചെയ്ത് വെക്കുക, ഇതൊക്കെയാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഇനി എന്താ? സീറസ് പെരികാർഡിയം. അപ്പോൾ രണ്ടാമത്തെ ലെയർ പെരികാർഡിയത്തിന്റെ രണ്ടാമത്തെ ഭാഗം സീറസ് പെരികാർഡിയം. ദ സീറസ് പെരികാർഡിയം ഈസ് എ തിൻ, ശ്രദ്ധിക്കുക, സീറസ് പെരികാർഡിയം ഈസ് എ തിൻ ഡബിൾ ലെയേർഡ് സ്ട്രക്ചർ. പെരികാർഡിയം തന്നെ ഡബിൾ ലെയേർഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതിന്റെ ഏറ്റവും പുറമെ കാണുന്നതാണ് ഫൈബ്രസ് പെരികാർഡിയം. പിന്നെ ഫൈബ്രസ് പെരികാർഡിയം കണ്ടോ, ഇതാണ് പെരികാർഡിയം എന്ന് പറഞ്ഞ ഭാഗം അല്ലെ, ഇവിടം തൊട്ട് ഇവിടം വരെ പെരികാർഡിയം ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഭാഗം, അതായത് ഇനിലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് ഫൈബ്രസ് പെരികാർഡിയം എന്ന് പറയാം. ഇനി ഇതിന്റെ കൃത്യമായ ഡബിൾ ലെയർ വരുന്ന എവിടെയാ? ഈ സീറസ് പെരികാർഡിയത്തിന് ഇടയിലാ, ഈ സീറസ് പെരികാർഡിയത്തിനിടയിലാ. അപ്പൊ ഈ സീറസ് പെരികാർഡിയത്തിന് പിന്നെയും രണ്ട് ഭാഗം വേണം അല്ലേ. ഒന്ന് പരൈറ്റൽ ലെയർ അല്ലെങ്കിൽ ഔട്ടർ ലെയർ എന്ന് പറയാം, 2 വിസറൽ ലെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്നർ ലെയർ എന്ന് പറയാം. എന്താ വിസറ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം വിസറൽ ഓർഗൻസ് എന്ന് പറയും അല്ലേ. യെസ്, അപ്പൊ വിസറൽ ലെയർ ഈ ഓർഗനുമായിട്ട് എന്താണ്? നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന ഓർഗനുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഉള്ള ലെയർ വിസറൽ ലെയർ. മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകരുത്. അപ്പൊ നോക്കാം സീറസ് പെരികാർഡിയം എന്ന് പറയുമ്പോൾ തിന്നാണെന്ന് മനസ്സിലാക്കി, ഡബിൾ ലെയർഡ് ആണെന്ന് മനസ്സിലാക്കി. അതുപോലെ ഫൈബ്രസ് പെരികാർഡിയത്തിന് ലൈൻ ചെയ്യുന്നുണ്ട്, ഹാർട്ടിനെ ലൈൻ ചെയ്യുന്നുണ്ട്. ഫൈബ്രസ് പെരികാർഡിയത്തിന് ലൈൻ ചെയ്യുന്നുണ്ട്, ഹാർട്ടിനെ ലൈൻ ചെയ്യുന്നു, രണ്ടിനും ലൈനിങ് അടിച്ചിട്ടേക്കുക. എവിടെ? ഏറ്റവും പുറമേ കാണുന്ന ഫൈബ്രസ് പെരികാർഡിയത്തിന് ഇവിടെ ലൈനിങ് അടിച്ചിട്ടിരിക്കുന്നു. ഹാർട്ടിന്റെ പുറമേയുള്ള എപ്പികാർഡിയത്തിന്റെ പുറമേയും അകത്തൊരു ലൈനിങ് അടിച്ചിട്ടിരിക്കുന്നു. ഇതാണ് എന്ത്? സിറസ് പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും. എന്താണ് സിറസ് പെരികാർഡിയം എന്ന് പറയുമ്പോൾ? ഇതാണ് കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇത് മയോകാർഡിയമാണ് അല്ലെ. ഇതെന്താണ്? ഫൈബ്രസ് പെരികാർഡിയമാണ്. ഇതാണ് എന്ത്? സീറസ് പെരികാർഡിയം. കണ്ടോ, സീറസ് പെരികാർഡിയത്തിന് തന്നെ 2 ഭാഗമുണ്ട്. ഇതിനിടയ്ക്ക് ലെയർ കണ്ടില്ലേ, ഇതിനിടയ്ക്ക് ക്യാവിറ്റി ഇല്ലേ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നോക്കാം, ഈ പറഞ്ഞ സീറസ് പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും സീറസ് പെരികാർഡിയം 2 സ്ട്രക്ചർ ഉണ്ട്. ഒന്ന് പരൈറ്റൽ ലെയർ ഉണ്ട്, ദാ ഇരിക്കുന്ന ലെയർ, ഏറ്റവും അകത്തിരിക്കുന്ന ലെയറും ഉണ്ടല്ലേ. അതിനെന്ന് പറയും വിസറൽ ലെയർ എന്ന് അങ്ങനെ പറയാം. വിസറൽ ലെയർ അല്ലെങ്കിൽ എപ്പികാർഡിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ? അത് എപ്പികാർഡിയവുമായിട്ട് അത്രയേറെ അടുത്ത് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നു. അപ്പൊ എന്താ ഒന്നുകൂടെ നോക്കാം. പരൈറ്റൽ ലെയർ എന്ന് പറയുമ്പോൾ ഔട്ടർ ലെയർ ആണ്. എന്തിന്റെ? സിറസ് പെരികാർഡിയത്തിന്റെ ഔട്ടർ ലെയർ ആണ് എന്ത്? പരൈറ്റൽ ലെയർ. അത് ഏതുമായിട്ട് ലൈനിങ് ചെയ്തിരിക്കുന്നു? ഫൈബ്രസ് പെരികാർഡിയത്തിന് ഒരു ലൈനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആര്? ഏറ്റവും പുറമേയുള്ള ഫൈബ്രസ് പെരികാർഡിയത്തിന്റെ ഇന്നർ ലൈനിങ് ആണ് എന്ത്? പരൈറ്റൽ ലെയർ അല്ലെങ്കിൽ ഔട്ടർ ലെയർ ഓഫ് സിറസ് പെരികാർഡിയം. ഓക്കെയാണ്. ദാറ്റ് അഡ്ഹേഴ്സ് ടു ദ ഇന്നർ സർഫസ് ഓഫ് ദ ഫൈബ്രസ് പെരികാർഡിയം. ഓക്കെ, എന്താണ്? ഫൈബ്രസ് പെരികാർഡിയത്തിന്റെ ഇന്നർ സർഫസുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്തിനാണ്? പ്രൊവൈഡ്സ് എ സ്മൂത്ത് ലൈനിങ് ദ ഫൈബ്രസ് പെരികാർഡിയം. ഫൈബ്രസ് പെരികാർഡിയം അത്ര സ്മൂത്ത് അല്ല എന്നും നല്ല ഹാർഡ് ആണെന്നും ഇനിലാസ്റ്റിക് ആണെന്നൊക്കെ പഠിച്ചായിരുന്നു. അതിനൊരു സ്മൂത്ത് ലൈനിങ് കൊടുക്കുന്നു. ആര്? പരൈറ്റൽ ലെയർ അല്ലെങ്കിൽ ഔട്ടർ ലെയർ ആയിട്ടുള്ള നമ്മുടെ സിറസ് പെരികാർഡിയത്തിന്റെ ഔട്ടർ ലെയർ അല്ലെങ്കിൽ പരൈറ്റൽ ലെയർ. ഇനി വിസറൽ ലെയർ നോക്കാം. വിസറൽ ലെയറിന് മറ്റൊരു പേരുണ്ട് ഇന്നർ ലെയർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ ദ സെൻസ് എപ്പികാർഡിയം എന്ന് വേണമെങ്കിലും പറയാം. നോക്കാം. ദാറ്റ് ക്ലോസ്ലി അഡ്ഹേഴ്സ് സർഫസ് ഓഫ് ദ ഹാർട്ട്. കണ്ടോ, എന്താണ്? സർഫസ് ഓഫ് ദ ഹാർട്ട് എപ്പികാർഡിയമായിട്ട് അത്രയും ഒട്ടിച്ചേർന്നിരിക്കുന്നു അല്ലെ. ആൻഡ് ഈസ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹാർട്ട് വാൾ. ഹാർട്ട് വാളിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത്? ഈ പറഞ്ഞ വിസറൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും.
ഓക്കെ അല്ലേ പറഞ്ഞത്? അങ്ങനെ 2 ലെയർ ഉണ്ട്. അതിന് ഇടയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ പെരികാർഡിയൽ ക്യാവിറ്റി വരുന്നത് അല്ലെ. എ തിൻ സ്പേസ് ബിറ്റ്വീൻ ദ പരേറ്റൽ ആൻഡ് വിസറൽ ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെരികാർഡിയൽ ക്യാവിറ്റി. എ തിൻ സ്പേസ് ബിറ്റ്വീൻ ദ പരേറ്റൽ ആൻഡ് എന്തോ ഫൈബ്രസ് ലെയർ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. അല്ലെങ്കിൽ എന്താണ് വിസറൽ ലെയർ ആൻഡ് ഫൈബ്രസ് ലെയർ ശരിയാണോ? അല്ല. ഫൈബ്രസ് ലെയറിന് ഒരു ലൈനിങ് കൊടുക്കുന്ന സീറസ് പെരികാർഡിയത്തിന്റെ ലെയർ ആണ് പരേറ്റൽ ലെയർ. അതുപോലെ നമ്മുടെ ഹേർട്ടിന്റെ എപ്പികാർഡിയത്തിന് ലൈനിങ് കൊടുക്കുന്ന ഏറ്റവും ഉള്ളത്തെ ലെയറാണ് എന്ത്? വിസറൽ ലെയർ. ആ 2 ലെയറുകൾക്കുള്ളിലാണ് എന്ത് വരുന്നത്? പെരികാർഡിയൽ ക്യാവിറ്റി വരുന്നത്. എ തിൻ സ്പേസ് ബിറ്റ്വീൻ ദ പരേറ്റൽ ആൻഡ് വിസറൽ ലെയർ, ഇതാണ് പെരികാർഡിയൽ ക്യാവിറ്റി. നോക്കാം. ദാറ്റ് കണ്ടെയ്ൻസ് an amount of serous fluid. serous fluid ഉണ്ട് അല്ലെ. അതിനകത്ത് എത്ര? ഏകദേശം 30 ml. ചില സ്ഥലങ്ങളിൽ 15 മുതൽ 50 ml എന്ന് കാണാം. ചില സ്ഥലങ്ങളിൽ 10 മുതൽ 20 ml എന്നൊക്കെ എഴുതിയ സ്ഥലങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ ബ്രൂണാസ് ബുക്കിൽ കൃത്യമായിട്ട് 30 ml എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അങ്ങനെ ചോദിക്കില്ല, കാരണം ദാറ്റ് വേരീസ് ഡിപ്പെൻഡിങ് അല്ലെ, പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണത്. ഓക്കെ അല്ലേ പറഞ്ഞത്? കാരണം എന്താ, 80 കിലോ ഉള്ള ഒരാളിൻ്റെയും അതുപോലെ 40 കിലോ ഉള്ള ഒരാളിൻ്റെയും ഹാർട്ടിന്റെ സൈസ് ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. 80 കിലോ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? ലീൻ ബോഡി മാസ് വെയിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ 80 കിലോ ഉള്ള ആൾക്കാരില്ലേ? ഉണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആകണമെന്നില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് 30 എന്നോട് പറഞ്ഞിരിക്കുന്നു. അത് കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു റേഞ്ചിനിടയ്ക്ക് തന്നെ ആയിരിക്കും. വളരെ ആവറേജ് 30, 25 ആ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ ഒരു കണ്ടന്റ് വരുന്നത്. ഓക്കെ, എന്താ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത്രേ ഉള്ളൂ. ഹാർട്ടിനിങ്ങനെ മൂവ് ചെയ്യും. ഇതിനിടയ്ക്ക് എന്തുണ്ട്? ജലാംശം ഉണ്ടല്ലേ. ആ ജലാംശം, ഈ പറഞ്ഞ ഒരു യെല്ലോ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് പുറമേ ഉള്ള എന്താണ് നമ്മുടെ ഫ്രിക്ഷൻ എല്ലാം കുറയ്ക്കാൻ അത് സഹായിക്കും. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ കീ ഫങ്ഷൻസ് ഓഫ് ദ പെരികാർഡിയം എന്തൊക്കെയാണ്? ഒന്നും കൂടെ എടുത്ത് നോക്കാം. പ്രൊട്ടക്ഷൻ. എന്താണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ? ദാറ്റ് ഷീൽഡ്സ് ദ ഹേർട്ട് ഫ്രം ഇൻഫെക്ഷൻസ് ആൻഡ് ഇൻഫ്ലമേഷൻ ഫ്രം നിയർ ബൈ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ലങ്സ്. എന്തൊക്കെയാണ്? ഇൻഫെക്ഷനിൽ നിന്നും ഇൻഫ്ലമേഷനിൽ നിന്നും അല്ലേ. ഇൻഫെക്ഷൻ എന്ന് പറയും മൈക്രോബ്സിന്റെ ഇൻവേഷൻ ആണെന്ന് നമുക്കറിയാം. അതിൽ ഇൻഫ്ലമേഷൻ നീരുകെട്ടലാണെന്ന് അറിയാം അല്ലേ. അതിന്റെ നിയർ ബൈ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും, ഉദാഹരണം ലങ്സ് പോലുള്ള സ്ട്രക്ചറുകളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ച് മൂലം ഹാർട്ടിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തടയുക. ഇതാണ് നമ്പർ 1 പെരികാർഡിയൽ ഫംഗ്ഷൻ. എന്താണ്? പ്രൊട്ടക്ഷൻ. 2 ആങ്കറിങ്. എന്താണ്? സെക്യൂർസ് ദ ഹേർട്ട് വിത്തിൻ ദ തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റിക്കകത്ത് ഇതിനെ സെക്യൂർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ആങ്കറിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ ലൂബ്രിക്കേഷൻ. എന്താണ്? നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. എന്താണ്? ഹാർട്ട് ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് റിതമിക് കോൺട്രാക്ഷൻസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ എന്താണ്? അവിടെ ഒരു പെരികാർഡിയൽ ഫ്ലൂയിഡ് വേണം. അത് ഈ 2 ലെയറിനിടെ ഉണ്ടാകും. എന്തിനാണ്? ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ അല്ലേ. അപ്പൊ ലൂബ്രിക്കേഷൻ അടുത്ത ഫംഗ്ഷൻ. അടുത്ത എന്താണ്? ലിമിറ്റേഷൻ ഓഫ് ഓവർ ഡിസ്റ്റൻഷൻ. എന്താണ്? പ്രിവെന്റ്സ് എക്സസീവ് സ്ട്രെച്ചിങ് ഓഫ് ഹാർട്ട് മസിൽസ് ഡ്യൂറിങ് ഹൈ ബ്ലഡ് ഫ്ലോ ഓർ പ്രഷർ. പ്രഷർ കൂടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഹാർട്ടിലേക്ക് കൂടുതൽ ബ്ലഡ് ഇരച്ച് കയറി വരുന്ന സമയത്തേക്കോ ഓവർ ഡിസ്റ്റൻഷൻ ഓഫ് ദ ഹാർട്ട് ഇല്ലാതിരിക്കാനും എന്ത് സഹായിക്കും? പെരികാർഡിയം സഹായിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പെരികാർഡിയൽ ഫ്ലൂയിഡ് നോക്കാം. എന്താ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും? ഒരു ക്ലിയർ ആയിട്ടുള്ള കളർ അല്ലെങ്കിൽ ഒരു പെയിൽ യെല്ലോ കളറുള്ള ഒരു സാധനമാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും. എന്തൊക്കെ? ജലാംശം ഉണ്ടായിരിക്കും, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടായിരിക്കും, ആൻഡ് സ്മോൾ എമൗണ്ട്സ് ഓഫ് പ്രോട്ടീൻസും ഉണ്ടായിരിക്കും അല്ലേ. വെള്ളം, ഇലക്ട്രോലൈറ്റ്സ്, കുറച്ച് പ്രോട്ടീൻ എല്ലാം കൂടെ ചേർന്ന സാധനമാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. പ്രധാനപ്പെട്ട പത്തോളജിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പെരികാർഡിയൽ എഫ്യൂഷൻ ആണ് ഒരെണ്ണം. എന്താണ്? പെരികാർഡിയൽ എഫ്യൂഷൻ. രണ്ടാമത്തേതാണ് കാർഡിയാക് ടാംപനേഡ്. എന്താണ്? കാർഡിയാക് ടാംപനേഡ്. രണ്ടും പെരികാർഡിയൽ ഫ്ലൂയിഡ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് പെരികാർഡിയൽ എഫ്യൂഷനും കാർഡിയാക് ടാംപനേഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എല്ലാം നമുക്ക് അടുത്ത ഒരു സ്ലൈഡിൽ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ പാത്തോളജി കണ്ടീഷനെ കുറിച്ച് കൂടുതലായിട്ട് മെഡിസർജിൽ പഠിക്കാനുണ്ടെങ്കിൽ കൂടിയും ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു പോയാലേ മതിയാവത്തുള്ളൂ. അപ്പോൾ എന്താണ് പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? അക്യൂമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് എക്സീഡിങ് ദ നോർമൽ റേഞ്ച്. അത് മൈൽഡ് ടു സിവിയർ ആകാം. എന്താണ് പെരികാർഡിയൽ എഫ്യൂഷന്റെ പ്രത്യേകത? അതിനൊരു ക്രോണിക് നേച്ചർ ഉണ്ടായിരിക്കും. ദാറ്റ് വിൽ നെവർ ബി അക്യൂട്ട് നേച്ചർ അല്ലെ. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ പെരികാർഡിയൽ എഫ്യൂഷനും കാർഡിയാക് ടാംപനേഡും അല്ലേ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടല്ലേ, നമുക്ക് ഈവൻ മെറ്റബോളിക് റീസൺസ് കൊണ്ടുപോലും നമ്മുടെ റീനൽ ഫെയിലിയർ പോലുള്ള കാരണങ്ങൾ കൊണ്ടുപോലും നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഓവറായിട്ട് നോർമൽ കണ്ടീഷനിൽ നിന്നും കൂടുതലായിട്ട് പെരികാർഡിയൽ ഫ്ലൂയിഡ് അക്യൂമുലേറ്റിംഗ് സിറ്റുവേഷൻ വന്നേക്കാം. എന്നാൽ കാർഡിയാക് ടാംപനേഡ് അങ്ങനെയല്ല. ഇതൊരു അക്യൂട്ട് മെഡിക്കൽ എമർജൻസി കണ്ടീഷനാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്രോണിക് ആയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രോണിക് ഇച്ചിരി സമയം കിട്ടും. അതായത്
നമ്മുടെ പെരികാർഡിയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഫൈബ്രസ് സ്ട്രക്ചറിനെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ സമയം കിട്ടും. പക്ഷേ ഈ പെട്ടെന്ന് നമുക്ക് ഇതിനിടയിലേക്ക് വെള്ളം കൂടുതൽ വരുന്നു, പ്രഷർ കൂടി വരുമ്പോഴത്തേക്കും അക്യൂട്ട് കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ട്രോമ മൂലമൊക്കെ ആയിരിക്കും ഈ അക്യൂട്ട് കണ്ടീഷൻസ് ഉണ്ടായി വരിക. അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ആർട്ടറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റപ്ചർ ആയി കഴിഞ്ഞാൽ ആ ഒരു പെരികാർഡിയൽ ഫ്ലൂയിഡിലേക്ക് കൂടുതൽ ഫ്ലൂയിഡ് വന്നു കഴിഞ്ഞാലൊക്കെ ഉണ്ടാകാൻ സംഗതിയാണ് ഷോക്ക് വരെ ഉണ്ടാകാം. കാര്യം എന്താ, നമ്മുടെ ഹാർട്ട് ചുരുങ്ങിപ്പോകും അല്ലേ. അതായത് നമ്മുടെ പുറമേ ഉള്ള സ്ട്രക്ചറിന് പെരികാർഡിയത്തിന് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. എന്താ, പെരികാർഡിയൽ എഫ്യൂഷനും കാർഡിയാക് ടെമ്പനേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും പെരികാർഡിയൽ എഫ്യൂഷൻ കൂടുതലാണ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പെരികാർഡിയോസെന്റസിസ്, അതായത് സർജിക്കൽ റിമൂവൽ ഓഫ് എക്സസ് പെരികാർഡിയൽ ഫ്ലൂയിഡ് ഫ്രം ക്യാവിറ്റി അല്ലേ. നമുക്ക് കാർഡിയാക് ടെമ്പനേഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം അടിയന്തിരമായിട്ട് തന്നെ നമ്മൾ എന്തിലേക്ക് പോകേണ്ടി വരും, ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി അല്ലേ, പെരികാർഡിയോസെന്റസിസിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഞാൻ കുറേ ആശയങ്ങൾ നേരത്തെ പറഞ്ഞു. എന്തായാലും പെരികാർഡിയൽ എഫ്യൂഷൻ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എക്സസ് ഫ്ലൂയിഡ് ഇൻ ദ പെരികാർഡിയൽ സാക്ക് അങ്ങനെ പറയാം. എന്നാൽ കാർഡിയാക് ടെമ്പനേഡോ എന്താണ്, ലൈഫ് ത്രെറ്റനിങ് കംപ്രഷൻ ഓഫ് ദ ഹാർട്ട് ഡ്യൂ ടു ഫ്ലൂയിഡ്. ഇവിടെ ഫ്ലൂയിഡ് ഉണ്ടെന്നേ ഉള്ളൂ, സമയം കിട്ടിയുണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ്, പെട്ടെന്ന് ഫ്ലൂയിഡ് വന്നപ്പോഴത്തേക്കും ഒരു ലൈഫ് ത്രെറ്റനിങ് കംപ്രഷൻ ഓഫ് ദ ഹാർട്ട് അല്ലെ, ഹാർട്ടിന്റെ കംപ്രഷൻ കൊടുക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നു കാർഡിയാക് ടെമ്പനേഡ്. എങ്ങനെ ഓൺസെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാകുന്നത് പതുക്കെ ആയിരിക്കാം, ഗ്രാജുവൽ ആയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഏസിംറ്റമാറ്റിക്കുമായിരിക്കാം, അറിയത്തുകൂടിയില്ല പെരികാർഡിയൽ എഫ്യൂഷൻ ഉണ്ടായി വരുന്നത്. നമ്മൾ പതുക്കെ ഉണ്ടായി നമ്മൾ അറിയത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അക്യൂട്ടായിരിക്കാം അല്ലെങ്കിൽ സബ് അക്യൂട്ടായിരിക്കാം അല്ലേ. റാപ്പിഡ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകുന്നു. അത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പുറമേയുള്ള സ്ട്രക്ചറിന് അതിനനുസരിച്ച് ഇലാസ്റ്റിക് ആകാനുള്ള സമയം കിട്ടുന്നില്ല. അടുത്ത് നോക്കാം, സിംറ്റംസ് നോക്കാം. ചെസ്റ്റ് ഡിസ്കംഫോർട്ട് ഉണ്ടാകാം, ഡിസ്നിയ ഉണ്ടാകാം, ഫെറ്റീഗ് ഉണ്ടാകാം. അതായത് പെരികാർഡിയൽ എഫ്യൂഷൻ കുറേശ്ശെ നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലൂയിഡ് കൂടിക്കൂടി വരുന്നു അല്ലേ. ഫ്ലൂയിഡ് കൂടിക്കൂടി വരുമ്പോഴത്തേക്കും കുറച്ച് വീർത്ത് വരുന്നു. അപ്പോൾ ചെസ്റ്റിന് ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാകും, ഡിസ്നിയ, ചെറിയ ശ്വാസതടസ്സം നടക്കുമ്പോഴത്തേക്ക്, പിന്നെ ഫാറ്റിഗ്, ഒരു ക്ഷീണം, ഇതെല്ലാം ഉണ്ടാകാം. പക്ഷേ കാർഡിയാക് ടാമ്പനേഡ് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകും, അതുപോലെ ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ ഉണ്ടാകും, അതുപോലെ ഷോക്ക് ഉണ്ടാകും. എങ്ങനെയാ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവുക, എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഹൃദയത്തിനെ എന്ത് ചെയ്യാൻ പോവാണ്, ഹൃദയത്തിനെ ഒന്ന് കംപ്രസ് ചെയ്ത് വെക്കുകയാണല്ലേ. അപ്പൊ എന്താ, ഹൃദയത്തിന് ആവശ്യത്തിന് ബ്ലഡിന് റിസീവ് ചെയ്യാനും പവർഫുൾ ആയിട്ട് പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടാനും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് സഡൻ ഹൈപ്പോ ടെൻഷൻ അല്ലേ. നമ്മുടെ സിസ്റ്റോളിക് പ്രഷർ നോക്കുമ്പോഴത്തേക്കും ഒരു സഡൻ ഡിപ്പ് ഉണ്ടാകും അതിനകത്ത്, അതാണ് ഒന്നാമത്തെ സിംറ്റം. അതുപോലെ JVD എന്താണ്, ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ, അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം എന്ന് പറയണ്ട, എന്തായാലും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട വെയിൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ജുഗുലാർ വെയിൻ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജുഗുലാർ വെയിൻ ഈ ജുഗുലാർ വെയിൻ ഇങ്ങനെ വീർത്ത് നിൽക്കും. മറ്റുള്ള മിക്കവാറും എല്ലാ വെയിനും വീർക്കും കേട്ടോ. കാര്യം എന്താ, ആവശ്യത്തിന് ഈ പറഞ്ഞ വരുന്ന ബ്ലഡിനെ പൂർണ്ണമായിട്ടും സ്വീകരിച്ച് പൾമണറി സർക്കുലേഷന് പമ്പ് ചെയ്ത് കളയാനുള്ള ശേഷി ആർക്ക് കുറയുന്നു, ഹാർട്ടിന് കുറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ബ്ലഡ് അവിടെ നിൽക്കും. എന്താണ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പൂർണ്ണമായിട്ടും പമ്പ് ചെയ്ത് ആർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ലങ്സിന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സംഗതി കുറയും. അങ്ങനെ വരുമ്പോൾ ഇത് ഡിസ്റ്റൻഡ് ആവും അല്ലേ, അതിങ്ങനെ വികസിക്കും. അതുപോലെ ഷോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കാർഡിയാക് അറസ്റ്റിൽ ചെന്ന് നിൽക്കും കേട്ടോ. ഇതാണ് സംഭവം, ഇതാണ് കാർഡിയാക് ടെമ്പനേഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും, JVD ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ ഉണ്ടാവും, ഷോക്ക് ഉണ്ടാവും. ഇവിടെയാണെങ്കിലോ പെരികാർഡിയൽ, ഇത് വിശദമായിട്ട് പഠിക്കാം കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി എടുത്തിട്ടേ ഉള്ളൂ. ചെസ്റ്റ് ഡിസ്കംഫർട്ട്, ഡിസ്നി ആൻഡ് ഫാറ്റീഗ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ബെക്സ്ട്രയാഡ് നോക്കാം. കാർഡിയാക് ടെമ്പനേഡുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു 3 പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. എന്തൊക്കെയാ ബെക്സ്ട്രയാഡ്, എന്താണ്, ഹൈപ്പോ ടെൻഷൻ നേരത്തെ പഠിച്ച കാര്യം, JVD, അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, മഫിൾഡ് ഹാർട്ട് സൗണ്ട്സ്. എന്താണ് മഫിൾഡ് ഹാർട്ട് സൗണ്ട്സ്? എന്താ മഫിൾഡ് ഹാർട്ട് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓസ്കൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെ ശബ്ദം നമുക്ക് ലബ് ഡപ്പ് കേൾക്കാൻ പറ്റും അല്ലേ. കുറച്ച് നമുക്കിപ്പോൾ നമ്മൾ തന്നെ ഓസ്കൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പം എന്താ മഫിൾഡ് എന്ന് പറഞ്ഞാൽ, അതിന് പുറമേ എന്താണ്, ഒരു കുറച്ചധികം വെള്ളം ഇങ്ങനെ നമ്മൾ കെട്ടി വെച്ചേക്കാനല്ലേ, അതുവഴി ഈ ശബ്ദവീചികൾ
സഞ്ചരിച്ച് നമ്മുടെ ചെവിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബി മഫിൾഡ്, അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ഒക്കെ ദൂരെ നിന്ന് കേൾക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് കേട്ടോ. എന്താണ് മഫിൾഡ് ഹാർട്ട് സൗണ്ട്സ്. ബെക്സ് ട്രയാഡിൽ പെടുന്ന സംഗതികൾ എന്തൊക്കെയാണ് മക്കളെ? മഫിൾഡ് ഹാർട്ട് സൗണ്ട്സ്, JVD, അതുപോലെ എന്താണ് ഹൈപ്പോ ടെൻഷൻ. കാർഡിയാക് ടാമ്പനേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ 3 കാര്യം കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കാം ECG എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കാണപ്പെടുന്നത് ലോ വോൾട്ടേജ് QRS കോംപ്ലക്സ് ആയിരിക്കും, അതുപോലെ നോൺ സ്പെസിഫിക് ചേഞ്ചസും ആയിരിക്കും. അതേസമയം കാർഡിയാക് ടാമ്പനേറ്റിൽ ഇലക്ട്രിക്കൽ ആൾട്ടറൻസ് ഉണ്ടാകും. എന്താ ഇലക്ട്രിക്കൽ ആൾട്ടറൻസ്? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബീറ്റിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യും? ഡാൻസ് ചെയ്യുന്നത് പോലെ. അതായത് അത്രയും വെള്ളത്തിൽ ഇങ്ങനെ എന്താണ് കെട്ടിക്കിടക്കുകയല്ലേ. അത് എവിടെ പെരിക്കാർഡിൽ എഫിഷ്യൻ ഉണ്ടാകില്ല എന്ന് പറയില്ല, ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആൾട്ടറൻസ് ഉണ്ടാകും. എന്തായാലും ഇതിന്റെ ഒരു ക്ലാസിക്കൽ, അതായത് നമുക്ക് കാർഡിയാക് ടാമ്പനേറ്റിന്റെ ക്ലാസിക്കൽ ഫൈൻഡിംഗ് ആണ് ECGയിൽ കാണപ്പെടുന്ന ഇലക്ട്രിക്കൽ ആൾട്ടറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. നമ്മൾ എന്തായാലും ECG എടുക്കുന്നുണ്ട്, ഇലക്ട്രോഡ്സ് ഒരു സ്ഥലത്തല്ലേ വെക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹൃദയവും നമ്മുടെ ഈ ഇലക്ട്രോഡ്സ് തമ്മിലുള്ള അകലം വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ബീറ്റിലും നമ്മുടെ ഹൃദയം ഈ പറഞ്ഞ വെള്ളം നിറച്ച ആ ഒരു സഞ്ചിക്കകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അപ്പോൾ ആ മൂവ്മെന്റ് നമുക്ക് എവിടെ ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ കാണാൻ പറ്റും? ECGയിൽ കൃത്യമായിട്ട് ആ ആൾട്ടറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ QRS കോംപ്ലക്സിന്റെ. അപ്പോൾ അത് വളരെ ടിപ്പിക്കലായിട്ട് പറയാൻ പറ്റുന്ന ഡയഗ്നോസ് ആണിത് ഇലക്ട്രിക്കൽ ആൾട്ടറൻസ് എന്ന് പറയുമ്പോൾ. അതുപോലെ എക്കോ കാർഡിയോഗ്രാഫി, നമുക്കറിയാം. എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും ഹാർട്ടിന്റെ എന്താണ് മസ്കുലാർ സ്ട്രക്ചറിൽ വരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് എല്ലാം നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും. നോക്കാം, ഫ്ലൂയിഡ് അറൗണ്ട് ദ ഹാർട്ട് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നോ ചേംബർ കൊളാപ്സ്. ഇവിടെ എക്കോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പെരിക്കാർഡിൽ എഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് കിട്ടും നമുക്ക്, പക്ഷേ ചേംബർ കൊളാപ്സ് കിട്ടത്തില്ല. അതേസമയം ഇവിടെ എന്തുണ്ടായിരിക്കും? ഫ്ലൂയിഡ് വിത്ത് ചേംബർ കൊളാപ്സ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി റൈറ്റ് സൈഡഡ് കൊളാപ്സ് ആയിരിക്കും വരുന്നത്, അല്ലേ? റൈറ്റ് സൈഡ് ആയിട്ടുള്ള നമ്മുടെ ഏതിനാണ്? പ്രധാനമായിട്ടും റൈറ്റ് സൈഡിൽ ഏട്രിയത്തിനായിരിക്കും ആ ഒരു കൊളാപ്സ് ആദ്യം വരുന്നത്. ഓക്കെ, ഇനി നോക്കാം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പെരിക്കാർഡിയൽ എഫ്യൂഷനിൽ മോണിറ്റർ ഓർ പെരിക്കാർഡിയോ സെന്റോസിസ് ആയിരിക്കും വേണ്ടത്. സിവിയർ ആണെന്നുണ്ടെങ്കിൽ പെരിക്കാർഡിയോ സെന്റോസിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അണ്ടർലൈങ് റീസണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്തി അതിന് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഓക്കെ, അതേസമയം കാർഡിയാക് ടാമ്പനേറ്റ് ആണെങ്കിലോ ഇറ്റ്സ് എ മെഡിക്കൽ എമർജൻസി. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? എമർജൻസി പെരിക്കാർഡിയോ സെന്റോസിസ് ആണ്, അല്ലെങ്കിൽ സർജറി, അല്ലേ? ഇതാണ് പെരിക്കാർഡിയോ സെന്റോസിസ്. നമുക്ക് ഓപ്പൺ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. ഈ 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. എന്തായാലും ഈ ഒരു ഏരിയ പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അബ്നോർമാലിറ്റിയോട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം മക്കളെ. നോക്കാം, റെഡിയല്ലേ എല്ലാവരും? ഫസ്റ്റ് ഓഫ് ഓൾ, ദ ലെയേഴ്സ് ഓഫ് ഹാർട്ട് മസിൽസ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ഹാർട്ട് മസിലിന്റെ ലേയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെയാണ്? എൻഡോകാർഡിയം ഉണ്ട്, മയോകാർഡിയം, എപ്പികാർഡിയം ആൻഡ് പെരികാർഡിയം ഡസന്റ് ഇൻക്ലൂഡ് ദ ലേയേഴ്സ് ഓഫ് ഹാർട്ട് മസിലിന്റെ ലേയേഴ്സ് വരുന്നതല്ലേ. അടുത്ത പ്രസ്താവന ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ റോങ് അബൌട്ട് ദ അനാട്ടമി ഓഫ് പെരികാർഡിയം. അനാട്ടമി പെരികാർഡിയം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ദ പെരികാർഡിയം ഈസ് എ ഡബിൾ വാൾഡ് മസ്കുലാർ സാക് ദാറ്റ് എൻക്ലോസസ് ദ ഹാർട്ട് ആൻഡ് ദ റൂട്ട്സ് ഓഫ് ഗ്രേറ്റ് വെസൽസ്. അത് ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഒന്ന് ഉൾപ്പെടുന്ന എല്ലാം നമുക്ക് കളഞ്ഞൂടെ, കാരണം തെറ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. C ഒരിക്കലും വരില്ല. ഇനി നമ്മുടെ മുന്നിൽ Aയും Bയും Dയും മാത്രമേ ഉള്ളൂ. ദ പെരികാർഡിയം കൺസിസ്റ്റ് ഓഫ് 2 layers വിത്ത് ഫൈബ്രസ് പെരികാർഡിയം ആൻഡ് സീറസ് പെരികാർഡിയം. പെരികാർഡിയത്തിൽ 2 ലെയർ ഉണ്ട്, ഫൈബ്രസ് പെരികാർഡിയവും സീറസ് പെരികാർഡിയം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണോ? അതും ശരിയാണ്. അപ്പോൾ 2 വരുന്നതെല്ലാം കളയാം. എന്താണ്? ഓപ്ഷൻ എയും കളയാം, ബിയും കളയാം. അപ്പോൾ മിക്കവാറും D ആയിരിക്കും ഉത്തരം. അപ്പോൾ എന്താണ്? D നോ റോങ് സ്റ്റേറ്റ്മെന്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇതും ശരിയായിരിക്കണം, അല്ലേ? ശരിയാണോ നോക്കാം നമുക്ക്. ദ പെരികാർഡിയം പ്രൊവൈഡ്സ് ബോത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് ലൂബ്രിക്കേറ്റ് എലിമെന്റ് ഫോർ ദ ഗേർസ് മൂവ്മെന്റ്. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? നോ റോങ് സ്റ്റേറ്റ്മെന്റ്. ഉത്തരം ഏതാണ് മക്കളെ? ദ എക്സ്റ്റീരിയർ ലെയർ ഓഫ് ഹാർട്ട് മസിൽ. ഹാർട്ട് മസിലിന്റെ എക്സ്റ്റീരിയർ ലെയർ എന്ന് പറയുമ്പോൾ ഏതാണ് മക്കളെ? എപ്പികാർഡിയം. ഉത്തരം ബി ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. സീറസ് പെരികാർഡിയം ഈസ് എ സൂപ്പർഫിഷ്യൽ ടഫ് ഇലാസ്റ്റിക് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ലെയർ. തെറ്റ്. സീറസ് പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും അതല്ല. ഇതെന്താണ്? ഫൈബ്രസ് പെരികാർഡിയം ആണല്ലേ. ഇനി നോക്കാം. അപ്പോൾ ആ തെറ്റാണെന്ന് മനസ്സിലായി. ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്? ഒന്നുള്ളതെല്ലാം കളഞ്ഞൂടെ? എയും കളയാം, ഡിയും കളയാം. അടുത്ത് നോക്കാം. ദ ഫൈബ്രസ് പെരികാർഡിയം ഈസ് എ തിൻ ഡബിൾ ലെയർഡ് സ്ട്രക്ചർ. ദ ഫൈബ്രസ് പെരികാർഡിയം ഈസ് എ തിൻ ഡബിൾ ലെയർഡ് സ്ട്രക്ചർ ആണ്. ദാറ്റ് ലൈൻസ് ദ ഫൈബ്രസ് പെരികാർഡിയം ആൻഡ് കവേഴ്സ് ദ ഹാർട്ട് ഇറ്റ് സെൽഫ്. തെറ്റ്. അത് സീറസ് പെരികാർഡിയം ആണ്, തിൻ ഡബിൾ ലെയർഡ് സ്ട്രക്ചർ. അപ്പോൾ അത് രണ്ടും തെറ്റല്ലേ? ശരി. അപ്പോൾ ഏതായിരിക്കും? രണ്ടും തെറ്റാണ്. അപ്പോൾ ബിയും കളയാം, സി മാത്രം ശരിയായിരിക്കും സാധ്യത. അപ്പോൾ നോക്കാം. ഇൻഫീരിയർ റിലേഷൻ ഓഫ് അപ്പെക്സ് ഓഫ് പെരികാർഡിയം ഈസ് സെൻട്രൽ ടെൻഡൻ. ശരിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ സി ആണ് ഉത്തരം. ഓൺലി 3 ആണ് അല്ലേ? 1, 2 തെറ്റാണ്.
അടുത്ത ദിവസം നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഫൈബ്രസ് പെരികാർഡിയം ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? ആങ്കേഴ്സ് ദ ഹാർട്ട് ടു ദ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഡയഫ്രം, സ്റ്റേർണം. ശരിയാണ് അല്ലേ, ഫൈബ്രസ് പെരികാർഡിയം ഫീച്ചർ ആണെന്ന്. രണ്ട്, പ്രിവെന്റ്സ് ഓവർ ഡിസ്റ്റൻഷൻ ഓഫ് ദ ഹാർട്ട് ഡ്യൂറിങ് ഇൻക്രീസ് ബ്ലഡ് വോളിയം. അതും ശരിയാണ്. നോൺ ഇലാസ്റ്റിക് ആൻഡ് ടഫ് പ്രൊവൈഡിങ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ അന്ന് ആൾ ഓഫ് ദ എബോവ് ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അടുത്ത് നോക്കാം. ദ ഫൈബ്രസ് പെരികാർഡിയം മീൻസ് ഇൻഫീരിയർലി അറ്റാച്ച്ഡ്. ഇൻഫീരിയർലി എന്ന് പറയുമ്പോഴത്തേക്കും താഴെ ഒന്ന് മനസ്സിൽ നോക്കുക മക്കളെ, ഏതാണ് ഡയഫ്രവുമായിട്ടില്ല, എന്താണ് സെൻട്രൽ ടെൻഡൻ ഓഫ് ദ ഡയഫ്രം, എ ആണ് ഉത്തരം. അതുപോലെ ദ ഫൈബ്രസ് പെരികാർഡിയം മീൻസ് ആന്റീരിയർലി അറ്റാച്ച്ഡ് ടു. ആന്റീരിയർ ആകുമ്പോൾ ഏതാണ് മക്കളെ വരുന്നത്? നമ്മുടെ സ്റ്റേർണം വരുന്നത്, സ്റ്റേർണത്തിന്റെ പോസ്റ്റീരിയർ എൻഡ് അല്ലേ. അപ്പോൾ എന്താണ്? സ്റ്റേർണോ പെരികാർഡിയൽ ലിഗമെന്റ് ആണ് അവന്റെ ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ ദ ഫൈബ്രസ് പെരികാർഡിയം സുപ്പീരിയർലി അറ്റാച്ച്ഡ് ടു ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ടൂണിക്ക അഡ്വന്റേജ് ഓഫ് മേജർ ബ്ലഡ് വെസൽസ് അല്ലേ. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്ന ഫൈബ്രസ് ലെയർ ഓഫ് സീറസ് പെരികാർഡിയം അഡേഴ്സ് ടു ദ ഇന്നർ സർഫസ് ഓഫ് ദ ഫൈബ്രസ് പെരികാർഡിയം. എന്താ പറഞ്ഞിരിക്കുന്നത്? സീറസ് പെരികാർഡിയത്തിന് രണ്ട് ലെയർ ഉണ്ട് അല്ലെ. ഒന്നിന് പുറമേയുള്ള ലെയർ എന്ന് പറയുന്നത് ഫൈബ്രസ് പെരികാർഡിയത്തിന്റെ ഇന്നർ ലെയറുമായിട്ട് ലൈനിങ് അടിച്ചിരിക്കുകയല്ലേ. അതുപോലെ വിസർ ലെയർ ക്ലോസ്ലി അഡേഴ്സ് ടു സർഫസ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ഈസ് ദ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹാർട്ട് വാൾ. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ കറക്റ്റ് ഏതൊക്കെ? 1 ഉം 2 ഉം ഉണ്ടോ? 1 ഉം 2 ഉം ഉണ്ട്. അപ്പോൾ 3 ശരിയാണോ എന്ന് നമുക്കറിയാമോ? അറിഞ്ഞുകൂടാ അല്ലേ. നോക്കാം. ദ പരൈറ്റൽ ലെയർ ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് എപ്പികാർഡിയം. പരൈറ്റൽ ലെയറിനെ ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. വിസറൽ ലെയറിനെയാണ് നമുക്ക് എപ്പികാർഡിയം എന്ന് വിളിക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ എന്താണ്? 1 ഉം 2 ഉം ആണ് അതിന്റെ ശരിയായ ഉത്തരം. അതുപോലെ the key function of pericardium includes shields the heart from infections and inflammations from nearby structures such as lungs. അത് ശരിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് ഉള്ളതെല്ലാം ഉൾപ്പെടുത്താം. നമുക്കെന്താ 2 എയിൽ അതില്ല, ബിയിൽ അതില്ല, സിയിലും ഡിയിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ സിയോ ഡിയോ ഏതോ ഒന്നാണ് നമ്മുടെ ഉത്തരം. 2 നോക്കാം. സെക്യൂർസ് ദ ഹാർട്ട് വിത്തിൻ ദ തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ 2 ശരിയാണ്, 2ഉം കൂടെ ഉള്ളതാണ് ഉത്തരം. അപ്പോൾ സിയിലും ഉണ്ട്, ഡിയിലും 2 ഉണ്ട്. അടുത്ത് നോക്കാം. ദ പെരികാർഡിയൽ ഫ്ലൂയിഡ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ആസ് ദ ഹാർട്ട് ബീറ്റ്സ് അല്ലേ. പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ കുറയ്ക്കുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. നോക്കാം. പെരികാർഡിയം ഫെസിലിറ്റീസ് എക്സസീവ് സ്ട്രെച്ചിങ് ഓഫ് ദ ഹാർട്ട് ഡ്യൂറിംഗ് ദ ഹൈ ബ്ലഡ് ഫ്ലോ പ്രഷർ അല്ലേ. അല്ലെങ്കിൽ ഹൈ പ്രഷർ കൂടുമ്പോഴത്തേക്കും എന്താണ്? സ്ട്രെച്ചിങ് ഫെസിലിറ്റി നല്ല ഫെസിലിറ്റി ഏരിയ ചെന്ന് സ്ട്രെച്ചിങ് തടയാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ തെറ്റിപ്പോയി. ആൾ ഓഫ് ദ പോലെ സി ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ റിമൂവൽ ഓഫ് എക്സസീവ് പെരികാർഡിയൽ ഫ്ലൂയിഡ് ഫ്രം ദ പെരികാർഡിയൽ ക്യാവിറ്റി സ്റ്റെമസാസ് പെരികാർഡിയോ സെൻറ്റസിസ് അല്ലേ. ആംനിയോ സെൻറ്റസ് എന്ന് പറയുമ്പോൾ പെരികാർഡിയോ സെൻറ്റസ്. ഓക്കെ. അപ്പോൾ അതുപോലെ ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് കറക്റ്റ് ഫ്രം ബിലോ. തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. ലൈഫ് ത്രെട്ടനിങ് കംപ്രഷൻ ഓഫ് ദ ഹാർട്ട് ഡ്യൂ ടു ഫ്ലൂയിഡ് ഈസ് ടേംഡ് ആസ് പെരികാർഡിയൽ എഫ്യൂഷൻ. തെറ്റാ അല്ലേ. തെറ്റ്. അത് ലൈഫ് ത്രെട്ടനിങ് കംപ്രഷൻ അല്ല, പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോട്ട് കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒന്നുള്ളതെല്ലാം എടുക്കണം, അല്ലെങ്കിൽ ഒന്നില്ലാത്തതെല്ലാം കളയണം. അപ്പോൾ നോക്കാം. ഒന്നുള്ളത് ബിയിലുണ്ട്, സിയിലുണ്ട്. നോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയാലും ഡിയിലുമുണ്ട്. അപ്പോൾ 2 എ മാത്രം കട്ട് ചെയ്യാം. അടുത്ത പെരികാർഡിയൽ എഫ്യൂഷൻ ക്യാൻ ഒക്കർ ഗ്രാജുവൽ മേ ബി അസിംപ്റ്റമാറ്റിക് ഇഫ് സ്ലോ. പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാജുവലായിട്ട് വയ്ക്കാം, ചിലപ്പോൾ പതുക്കെയാണെന്നുണ്ടെങ്കിൽ ഏസിംപ്റ്റമാറ്റിക്കും ആയിരിക്കും. അത് ശരിയല്ലേ. 2ഉള്ളതെല്ലാം കളഞ്ഞൂടെ? യെസ്, സി കളയാം. ഇനി ഏതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്? ബിയും ഡിയും ഉണ്ട്. ഇന്ന് നോക്കാം. ഡി ഇല്ല, നോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. അപ്പോൾ ഉത്തരത്തിൽ ബി ആണ് ഉത്തരം അല്ലേ. ബി ആണ് ഉത്തരം. ഇനി ബ്രെക്സ്ട്രയാഡി സർട്ടിഫിക്കറ്റ് കാർഡിക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഉത്തരത്തെത്തി അല്ലേ. ഇവിടെ താഴെ ഞാൻ തിരിച്ചാ വിചാരിച്ചിട്ടോ. നോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വന്നു, അപ്പോഴത്തേക്കും ഉത്തരത്തെത്തി. ഇനി നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. ശരിയായവ. ഹൈപ്പോ ടെൻഷൻ, JVD ആൻഡ് ഷോക്ക് ആർ അസോസിയേറ്റ് വിത്ത് കാർഡിയാക് ടംബണേഡ്. കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നേ. ഒന്നാമത്തെ ശരിയല്ലേ. ഒന്നാമത്തത് ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്താൽ പോരെ. എയിലുണ്ട്, സിയിലുണ്ട്, ഡിയിലുണ്ട്. ബി കളയാം. ബി ഒരിക്കലും ഉത്തരമായി വരില്ല. ഇത് നോക്കാം. കാർഡിയാക് ടംബണേഡ് ഈസ് യൂഷ്വലി ക്രോണിക് ഇൻ നേച്ചർ. കാർഡിയാക് ടംബണേഡ് ക്രോണിക് അല്ല. എന്താണ്? അക്യൂട്ട് അല്ലെങ്കിൽ സബക്യൂട്ട് ആണ് അല്ലേ. അക്യൂട്ട് അല്ലെങ്കിൽ സബക്യൂട്ട് ആണ്. അപ്പോൾ എന്താണ്? അത് തെറ്റല്ലേ. 2ഉള്ളതെല്ലാം എടുത്തുകൂടെ? 2ഉള്ളതെല്ലാം എടുക്കാം, അല്ലെങ്കിൽ 2ഉള്ള മാത്രമല്ലേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സിയും കളയാം, ബിയും ഡിയും മാത്രമായിട്ട് ചുരുക്കി. ഇനി 2 ഓപ്ഷൻ നമ്മുടെ മുന്നിലുള്ളൂ. ഇനി നോക്കാം. എമർജൻസി പെരികാർഡിയോ സെൻറ്റസിസ് യുവർ സർജറി ഈസ് അഡ്വൈസ്ഡ് ഇൻ കാർഡിയാക് ടംബണേഡ് ഈസ് ഡയഗ്നോസ്ഡ്. ശരിയാണ് മക്കളെ. അപ്പോൾ എന്താണ്? ആൾ ഓഫ് ദ എബോവ് ആണ് ഉത്തരമായിട്ട് വരിക അല്ലേ. അടുത്ത ദിവസം നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. ശരിയായ പ്രസ്താവനക്ക് ചോദിച്ചിരിക്കുന്നു. ഹൈപ്പോ ടെൻഷൻ, JVD ആൻഡ് ഷോക്ക് ആർ അസോസിയേറ്റ് വിത്ത് കാർഡിയാക് ടംബണേഡ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ താഴത്തെ ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തപ്പോഴേ എ സെലക്ട് ചെയ്യാം, സി സെലക്ട് ചെയ്യാം, ഡി സെലക്ട് ചെയ്യാം. ബി ഒരിക്കലും വരില്ല. കാരണം മുകളിൽ പറഞ്ഞിരിക്കുന്ന 1 ശരിയാണെന്ന് നമുക്ക് നല്ല ഉറപ്പുള്ള 1 ബിയിലില്ല. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി കാർഡിയാക് ടംബണേഡ് യൂഷ്വലി ക്രോണിക് നേച്ചർ. തെറ്റാണ്. കാർഡിയാക് ടംബണേഡ് ക്രോണിക് അല്ല, അക്യൂട്ട് അല്ലെങ്കിൽ സബ് അക്യൂട്ട് ആയിരിക്കും അല്ലേ. പടപടാന്ന് പറയുന്ന സാധനമാണല്ലേ. അപ്പോൾ അത് തെറ്റല്ലേ. 2ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞൂടെ? നോക്കാം. എന്താണ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്? 2 ബി കട്ട് ചെയ്ത് കളയാം. ആൾ ഓഫ് ദ എബോവും കട്ട് ചെയ്ത് കളയാം അല്ലേ. ആൾ ഓഫ് ദ എബോയിൽ എന്തുണ്ട്? എന്തുകൊണ്ട് 2 ഇല്ലേ മക്കളെ.
അപ്പൊ ബിയിൽ 2 ഇല്ലേ? ഉണ്ട് അല്ലേ? അത്രയേ ഉള്ളൂ, കട്ട് ചെയ്ത് കളയാം. അപ്പൊ സി ആണ് ഉത്തരം, 1ഉം 3ഉം. മൂന്നാമത്തെ ഓപ്ഷൻ ശരിയോ തെറ്റോ നോക്കാതെ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്ഥാനങ്ങൾ 1ഉം 3ഉം. ഇനി നമുക്ക് നോക്കാം, ശരിയാണോ നോക്കാം. എമർജൻസി പെരികാർഡിയൽ സെൻസസ് സർജറീസ് അഡ്വൈസ്ഡ് ഇൻ കാർഡിയാക് ടെമ്പറേച്ചർ ഡയഗ്നോസിസ്. ശരിയാണ്, കാർഡിയാക് ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും എമർജൻസി സർജറി അല്ലെങ്കിൽ പെരികാർഡിയൽ സെൻസസ് ആവശ്യമായിട്ട് വരാറുണ്ട്. വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ പെരികാർഡിയൽ എഫ്യൂഷൻ ആൻഡ് കാർഡിയാക് ടാമ്പണേഡ്? എന്താണ് പെരികാർഡിയൽ എഫ്യൂഷനും കാർഡിയാക് ടാമ്പണേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ് മക്കളെ? ഏതാണ്? പ്രസൻസ് ഓഫ് ബെക്സ് ട്രയാഡ് അല്ലെ, അതുപോലെ റാപ്പിഡ് വേഴ്സസ് ഗ്രാജുവൽ ഓൺസെറ്റ്, അതൊരു ഡിഫറൻസ് ആണ്. ബെക്സ് ട്രയാഡ് അവിടെ ഉണ്ടാവും, ഇവിടെ ഇല്ല. ഒന്ന് റാപ്പിഡ് ഒന്ന് ഗ്രാജുവൽ ആണ്. അതുപോലെ സിവിയറിറ്റി ഓഫ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആൾസോ എ ഡിഫറൻസ് അല്ലേ, അതിന്റെ സിവിയറിറ്റി വ്യത്യാസമായിരിക്കും. അപ്പോൾ ആൾ ഓഫ് ദ അബവ് ആണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹാൾമാർക്ക് സിംറ്റം ഓഫ് കാർഡിയാക് ടാമ്പണേഡ്? കാർഡിയാക് ടാമ്പണേഡ് ഹാൾമാർക്ക് സിംറ്റം എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പറഞ്ഞ ഹൈപ്പോ ടെൻഷൻ ആണ്. ചെസ്റ്റ് ഡിസ്കംഫർട്ടിനേക്കാളും ഡിസ്നിയേക്കാളും ഫാറ്റീഗിനേക്കാളും ഇതൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല, പക്ഷേ ഹൈപ്പോ ടെൻഷൻ ആദ്യം നമുക്ക് അറിയാൻ പറ്റുക. അതുപോലെ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ECG ഫൈൻഡിങ് ഇൻ കാർഡിയാക് ടാമ്പണേഡ്? എന്താണ് ഇലക്ട്രിക്കൽ ആൾട്ടറാൻസ്. ഒറ്റ വാക്ക് ഇവിടെ കിടപ്പുണ്ട്, പെട്ടെന്ന് ഉത്തരം എഴുതിക്കോ, ബി ആണ് ഉത്തരം. അതുപോലെ വാട്ട് ഡസ് ബെക്സ് ട്രയാഡ് കൺസിസ്റ്റ് ഇൻ ഇൻ കാർഡിയാക് ടാമ്പണേഡ്? ഏതൊക്കെയാണ് വരുന്നത്? ഹൈപ്പോ ടെൻഷൻ വരുന്നുണ്ട്, JVD വരുന്നുണ്ട്, മഫിൽഡ് ഹാർട്ട് സൗണ്ട് അല്ലേ. ഹൈപ്പോ ടെൻഷൻ പ്രഷർ കുറയും, JVD ഉണ്ടാകും, ഹാർട്ട് സൗണ്ട് ഡിസ്റ്റന്റ് ആയിട്ട് കേൾക്കണം തോന്നും. അതാണ് നമ്മുടെ ബെക്സ് ട്രയാഡ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ വാട്ട് ഇമേജിംഗ് ടെക്നിക് ഈസ് കൺസിഡേർഡ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡയഗ്നോസിംഗ് ബോത്ത് പെരികാർഡിയൽ എഫ്യൂഷൻ ആൻഡ് കാർഡിയാക് ടാമ്പണേഡ്? പെരികാർഡിയൽ എഫ്യൂഷനോ അല്ലെങ്കിൽ കാർഡിയാക് ടാമ്പണേഡോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഏതാണ് മക്കളെ? എക്കോ കാർഡിയോഗ്രാഫിയാണ്. എന്താണ്? എക്കോ കാർഡിയോഗ്രാഫിയാണ്. അതുപോലെ വിച്ച് കണ്ടീഷൻ ഈസ് മോർ ലൈക്ലി ടു ബി സിംപ്റ്റമാറ്റിക് ഇൻ ഏർലി സ്റ്റേജസ്? നോക്കാം, കാർഡിയാക് ടാമ്പണേഡ് ആണോ പെരികാർഡിയൽ എഫ്യൂഷൻ ആണോ? പെരികാർഡിയൽ എഫ്യൂഷൻ പതുക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എസിംപ്റ്റമാറ്റിക് ആയിരിക്കും, നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഫോർ സിവിയർ പെരികാർഡിയൽ എഫ്യൂഷൻ ഓർ കാർഡിയാക് ടാമ്പണേഡ്? രണ്ടിന്റെയും അത് സിവിയർ ആണെന്നുണ്ടെങ്കിൽ പെരികാർഡിയോ സെൻസസിന്റെ പെട്ടെന്ന് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻ കാർഡിയാക് ടാമ്പണേഡ് വിച്ച് ചേംബർ ഓഫ് ദ ഹാർട്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ടു കൊളാപ്സ് ഫസ്റ്റ്? ആദ്യം കൊളാപ്സ് ചെയ്യുന്ന ആരായിരിക്കും? റൈറ്റ് ഏട്രിയം ആയിരിക്കും അല്ലേ. താരതമ്യേന കുറച്ച് പ്രഷറുള്ള ഭാഗം ഏതാണ്? റൈറ്റ് ഏട്രിയം ആണ്. കുറച്ച് പ്രഷർ മാത്രം ഫീൽ ചെയ്യുന്ന ഭാഗം റൈറ്റ് ഏട്രിയമാണ്. ഓക്കെ, അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടിപ്പിക്കലി അസോസിയേറ്റ് വിത്ത് പെരികാർഡിയൽ എഫ്യൂഷൻ? പെരികാർഡിയൽ എഫ്യൂഷനുമായിട്ട് ടിപ്പിക്കലി അസോസിയേറ്റ് ചെയ്യപ്പെടാത്തത് എന്താണ്? നോക്കാം, ലോ വോൾട്ടേജ് QRS ഉണ്ട്. ഇലക്ട്രിക്കൽ ആൾട്രാൻസ് വന്നുകൂടാം, വരാം അല്ലേ. പക്ഷേ എപ്പോഴും ടിപ്പിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? കാർഡിയാക് ടാമ്പണേഡിലാണ്. പക്ഷേ ഇവിടെയും സിവിയർ കണ്ടീഷൻ ഇലക്ട്രിക് ആൾട്രാൻസ് ഉറപ്പായും വരും. അതുപോലെ നോക്കാം, ഗ്രാജുവൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, അത് കൃത്യമായിട്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? പെരികാർഡിയൽ എഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചേംബർ കൊളാപ്സ് ആണ് എക്കോ കാർഡിയോഗ്രാഫി, അതൊരിക്കലും ഉണ്ടാകില്ല എന്തിൽ? പെരികാർഡിയൽ എഫ്യൂഷനിൽ. അപ്പോൾ അത് ഈ ചേംബർ കൊളാപ്സ് ആയിക്കഴിഞ്ഞാൽ പെരികാർഡിയൽ എഫ്യൂഷൻ അല്ല പിന്നെ അല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്? D ആണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് ഉത്തരം എഴുതാനുള്ള ഒരു എബിലിറ്റി സഹകാരി റേസ് പ്ലസിൻ്റെ സ്റ്റുഡൻസിന് ഉണ്ടാകുമ്പോഴത്തേക്കും 1ാം റാങ്ക് സഹകാരി റേസ് പ്ലസിൻ്റെ സ്റ്റുഡൻസിൻ്റെ കയ്യിലിരിക്കും. ഒരു സംശയം വേണ്ട, ഈ വരുന്ന എക്സാമിനേഷനിൽ 1ാം റാങ്ക് നമ്മുടെ കയ്യിലിരിക്കും. ആ 1ാം റാങ്ക് കൊണ്ടായിരിക്കണം നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ. ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഉറങ്ങുന്ന, നിങ്ങൾ വെറുതെ കളയുന്ന, നിങ്ങൾ സിനിമ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ റീൽസ് കാണുന്ന ഓരോ നിമിഷവും നിങ്ങളെ കവച്ച് വെച്ചുകൊണ്ട് മറ്റൊരാൾ മുൻപോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിജയാശംസ നേർന്നു നിർത്തുകയാണ്. താങ്ക് യു.